ദൈവം നിങ്ങളെ വിളിച്ച് തിരഞ്ഞെടുത്തു എന്ന് മനസ്സിലാക്കാനുള്ള 9 വ്യക്തമായ അടയാളങ്ങൾ. ആദ്യത്തെ അടയാളം, നീതിക്ക് വേണ്ടിയുള്ള അടങ്ങാത്ത ദാഹം. ദൈവം നിങ്ങളെ വിളിച്ചതിന്റെ ഏറ്റവും വ്യക്തമായ അടയാളങ്ങളിലൊന്ന്, ദൈവത്തിന്റെ കാര്യങ്ങളോട് നിങ്ങൾക്ക് അചഞ്ചലമായ ആഗ്രഹം ഉണ്ടാകും എന്നതാണ്. കാരണം ദൈവം നിങ്ങളെ വിളിക്കുമ്പോൾ അതിന്റെ പ്രാഥമിക ലക്ഷ്യം നിങ്ങളുടെ ആത്മാവിനെ പുതുക്കുക എന്നതായിരിക്കും. ഇത് ദൈവത്തിന്റെ കാര്യങ്ങളോടുള്ള ശക്തമായ തീക്ഷ്ണതയും ആഗ്രഹവും നിങ്ങൾക്ക് തരും. മത്തായി 5-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, നീതിക്ക് അതിയായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ, അവർ സംതൃപ്തരാകും. ബൈബിൾ വായിക്കാനോ പ്രസംഗങ്ങൾ കേൾക്കാനോ മറ്റ് വിശ്വാസികളുമായി ഇടപഴകാനോ നിങ്ങൾക്ക് അതിയായ ആഗ്രഹം ഉണ്ടാകും. ഇത് വെറുമൊരു താൽക്കാലിക താല്പര്യമല്ല, നിങ്ങൾക്ക് അവഗണിക്കാൻ കഴിയാത്ത ഒരു ആഴത്തിലുള്ള അഭിനിവേശമാണ്. നിങ്ങൾക്ക് ആവശ്യമായ അറിവും ശക്തിയും നൽകി നിങ്ങളുടെ ആത്മാവിനെ നിറയ്ക്കാൻ വേണ്ടിയാണ് ദൈവം ഇത് ചെയ്യുന്നത്. രണ്ടാമത്തെ അടയാളം, നിങ്ങൾക്ക് പെട്ടെന്ന് കുറ്റബോധം ഉണ്ടാകും. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നറിയാനുള്ള മറ്റൊരു വ്യക്തമായ അടയാളം, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കുറ്റബോധം തോന്നും എന്നതാണ്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാം. ദൈവം നിങ്ങളെ വിളിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് നിങ്ങളെ വേർപെടുത്തുക എന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസാക്ഷി സജീവമാകും, ഉടൻ തന്നെ ബോധ്യം തരും. നിങ്ങൾക്ക് ശക്തമായ ബോധ്യം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് സത്യത്തിൽ ഒരു നല്ല കാര്യമാണ്. അതിനർത്ഥം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ശുദ്ധീകരിക്കാനും നിങ്ങളെ സഹായിക്കാനും സജീവമായി ശ്രമിക്കുന്നു എന്നതാണ് ഇതിനർത്ഥം. വാസ്തവത്തിൽ 2 കൊരിന്ത്യർ 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ദൈവഹിതപ്രകാരമുള്ള അനുതാപം രക്ഷയിലേക്ക് നയിക്കുന്ന മാനസാന്തരം ഉണ്ടാക്കുന്നു. മൂന്നാമത്തെ അടയാളം, നിങ്ങൾക്ക് ചിലപ്പോൾ സുഹൃത്തുക്കളെ പോലും നഷ്ടപ്പെടാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങിയ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ കൂടെ മുമ്പ് ഒരുപാട് സമയം ചെലവഴിച്ച ആളുകൾ പോലും ഇപ്പോൾ നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെന്ന് പോലും നിങ്ങൾക്ക് തോന്നിയേക്കാം. ചിലപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയി കാണും, അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായി മാറ്റി നിർത്തുന്നുണ്ടായിരിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കും. പ്രത്യേകിച്ച് അത് വർഷങ്ങളായിട്ടുള്ള ബന്ധമോ ചിലപ്പോൾ കുഞ്ഞുനാൾ മുതലുള്ള കൂട്ടുകാരോ ആയിരിക്കാം. സത്യം പറഞ്ഞാൽ ദൈവം നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ വ്യത്യസ്തമായി കാണാൻ തുടങ്ങും എന്നതാണ് സത്യം. അത് കാരണം നിങ്ങളുടെ മുൻഗണനകൾ പോലും മാറും. നിങ്ങളുടെ വിളിക്ക് ആരും തടസ്സമാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ടാണ് ദൈവം അവരെ നീക്കം ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ദൈവം അവരെ നീക്കം ചെയ്തില്ലെങ്കിൽ പോലും അവർ തന്നെ നിങ്ങളെ ഉപേക്ഷിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം നിങ്ങളിലുള്ള വെളിച്ചം അവരിലുള്ള ഇരുട്ടിനെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നതാണ് സത്യം. ഉദാഹരണത്തിന്, യോഹന്നാൻ 6-ാം അധ്യായം വായിക്കുന്ന സമയത്ത് യേശുവിന്റെ ശിഷ്യന്മാരിൽ പലരും യേശുവിൽ നിന്ന് വേർപിരിഞ്ഞു എന്നും അതിനുശേഷം യേശുവിന്റെ കൂടെ അവർ പോയില്ല എന്നും ബൈബിൾ പറയുന്നുണ്ട്. അത് കണ്ടിട്ട് യേശുവിന് പോലും വിഷമം വന്നു. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം പറയണോ? ആദ്യം അത് നമുക്ക് വേദന ഉണ്ടാക്കും. എന്നാലും ഇതെല്ലാം നിങ്ങളുടെ സ്വന്തം നന്മയ്ക്ക് വേണ്ടിയാണ് എന്നത് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ നിരാശപ്പെടുത്താൻ അനുവദിക്കരുത്. ദൈവത്തിൽ ആശ്രയിക്കുക. നാലാമത്തെ അടയാളം, പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ഒരു അടയാളം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ അവിശ്വസനീയമായ രീതിയിൽ പ്രലോഭനങ്ങളെ നേരിടേണ്ടി വരും എന്നതാണ്. ദൈവം വിളിച്ചത് കൊണ്ട് പ്രലോഭനങ്ങളെല്ലാം പെട്ടെന്ന് മാറും എന്ന് പലരും തെറ്റായിട്ട് കരുതുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് തെറ്റാണ്. ദൈവം നിങ്ങളെ വിളിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദിവസം 10 പ്രാവശ്യമായിരിക്കും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തതിന് ശേഷം പരീക്ഷണങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും തോത് ഭയങ്കരമായിട്ട് വർദ്ധിക്കും. ചിലപ്പോൾ 50-100 പരീക്ഷണങ്ങളൊക്കെ ആയിരിക്കാം വരുന്നത്. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നും പറഞ്ഞ് പിശാച് നിങ്ങളെ വെറുതെ വിടും എന്നല്ല ഇതിനർത്ഥം. ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ നേരിട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കഠിനമായ പ്രലോഭനങ്ങളിലൊന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. പിശാച് പരീക്ഷണങ്ങൾ തീവ്രമാക്കുന്നതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തളർന്നു പോകും, നിരാശപ്പെടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. മത്തായി 4-ാം അധ്യായത്തിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയെന്ന് ബൈബിൾ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ ദൈവത്തെ സേവിക്കണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വന്നേക്കാം എന്നതോർത്ത് തയ്യാറായിരിക്കണം. ചിലപ്പോൾ നിങ്ങളെ ഒരിക്കലും മുറിവേൽപ്പിക്കാത്ത ആളുകൾ പോലും പെട്ടെന്ന് നിങ്ങളെ അസ്വസ്ഥമാക്കാൻ തുടങ്ങും. നിങ്ങളുടെ വിളിയും ദൈവവുമായുള്ള ബന്ധവും പരീക്ഷിക്കപ്പെടുന്ന സമയമാണത്. എന്നാൽ പ്രലോഭനങ്ങളെല്ലാം ഒറ്റയ്ക്ക് നേരിടണമല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. സകല പരീക്ഷണങ്ങളെയും നേരിടാൻ പരിശുദ്ധാത്മാവെന്ന മഹത്വമുള്ള ശക്തിയെ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വേഗത്തിൽ പുറത്തു വരാൻ ആ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അഞ്ചാമത്തെ അടയാളം, നിങ്ങൾക്ക് അധികാരം ഉണ്ടാകും. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അമിതമായ ശക്തി തരും. ഉയരത്തിൽ നിന്ന് വരുന്ന ഈ ശക്തി ഉയർന്ന തലത്തിലുള്ള അധികാരവും നിങ്ങൾക്ക് തരും. ഈ അധികാരം കൊണ്ട് നിങ്ങൾ ആളുകളെ നിയന്ത്രിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിറവേറ്റാൻ പറ്റും എന്നല്ല ഇതിനർത്ഥം. ഇത് വ്യത്യസ്തമായ ഒരു അധികാരമാണ്. താഴ്മയിൽ നിന്നും
കൃപയിൽ നിന്നും വരുന്ന ഒരു അധികാരം. ഇതിനർത്ഥം പൊതുവെ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഉണർന്ന് ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ പ്രസംഗിക്കുന്നതായിട്ടോ നിങ്ങൾക്ക് തോന്നാം. സത്യം പറഞ്ഞ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരെ ഉപയോഗിച്ചതുപോലെ നിങ്ങളെയും ഉപയോഗിക്കാൻ തുടങ്ങും. നിങ്ങളുടെ നിയന്ത്രണത്തിൽ പോലും ആയിരിക്കണം എന്നില്ല. നിങ്ങൾ പോകുന്ന വഴിക്ക് ഒരു രോഗിയെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളിത് എന്തിനാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പോലും അറിയില്ല. പക്ഷേ മുകളിൽ നിന്ന് ആ അധികാരം നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ വലിയ ജനക്കൂട്ടത്തിന് മുമ്പിൽ നിൽക്കാനും എല്ലാ തരത്തിൽപ്പെട്ട ആളുകളോടും ഭയപ്പെടാതെ സംസാരിക്കാനും നിങ്ങൾക്ക് കഴിയും. ബൈബിളിൽ ദൈവം ചിലരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ചെയ്യാൻ കൽപ്പിക്കുന്നത് അത് ധൈര്യത്തോടെ സ്വർഗീയ അധികാരത്തിൽ ചെയ്യുക. ആറാമത്തെ അടയാളം, പീഡനം. ദൈവത്തിന്റെ വിളി മഹത്വമുള്ളതാണ്. പക്ഷേ ആ മഹത്വം പ്രതികൂല സാഹചര്യങ്ങളെയും ആകർഷിക്കും. ദൈവത്തിന്റെ പ്രതിനിധി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ പീഡനത്തിന്റെ ഒരു ജീവിതത്തിന് വേണ്ടി പ്രതിനിധി ആയിക്കഴിഞ്ഞു എന്നതാണ്. വിമർശിക്കപ്പെടാനും വിധിക്കപ്പെടാനും സാധ്യതകളുണ്ട്. നിങ്ങളെ നന്നായിട്ട് അറിയാവുന്നവരായിരിക്കും ആദ്യം നിങ്ങളെ നിന്ദിക്കുന്നത്. ഈ ബന്ധം തന്നെ വേണ്ട എന്ന് പോലും പറഞ്ഞ് നമ്മെ ഭീഷണിപ്പെടുത്തിയേക്കാം. സത്യം പറഞ്ഞ ക്രിസ്ത്യാനികളായ കൂടെയുള്ളവർ പോലും നിങ്ങളെ ഒരു പക്ഷേ നിന്ദിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവർ കാണാത്ത വിധത്തിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് ദൈവത്തിന്റെ വിളിയില്ല, ദൈവം നിന്നെ തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് പോലും ആളുകൾ പറയും. പക്ഷേ ആ വാക്കുകൾ നിങ്ങളെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്താൻ നിങ്ങൾ അനുവദിക്കരുത്. ഓർക്കുക, നിങ്ങൾ അവർക്ക് വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. പീഡിപ്പിക്കപ്പെടുന്നത് എന്തോ ഒരു ബലഹീനതയുടെ ലക്ഷണമല്ല. ഇത് ശരിക്കും പറഞ്ഞ ശക്തിയുടെ അടയാളമാണ്. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്ന എല്ലാ വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തി നിങ്ങൾക്ക് ദൈവം തരും. മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകും. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഈ വിശ്വാസത്തിൽ വലിയ വെല്ലുവിളിയൊന്നും നേരിട്ടിട്ടില്ല എന്ന് പറയുന്നെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ദൈവത്താൽ വിളിക്കപ്പെട്ട എല്ലാവരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഏഴാമത്തെ അടയാളം, ദൈവിക സ്വപ്നങ്ങളും ദർശനങ്ങളും. സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെന്ന് നിങ്ങളോട് പറയും. ഉദാഹരണത്തിന്, നിങ്ങളൊരു സ്വപ്നത്തിൽ വലിയ ജനക്കൂട്ടത്തോട് പ്രസംഗിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടത്തെ ആരാധനയെ നയിക്കുന്നതായിട്ടോ കാണാം. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത്. അല്ലെങ്കിൽ പുരോഹിതന്മാർ നിങ്ങളോട് പ്രസംഗിക്കുന്നതായിട്ടും സ്വപ്നങ്ങൾ കാണും. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ശുശ്രൂഷിക്കുന്നു എന്നാണ്. ദൂതന്മാരെ ദർശനങ്ങളിൽ കാണുന്നതും സ്വപ്നത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നതുമെല്ലാം ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ്. എട്ടാമത്തെ അടയാളം, അനീതിയോടുള്ള വെറുപ്പ്. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അനീതിയോട് വെറുപ്പുണ്ടാകും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ശക്തമായ ബോധ്യമുണ്ടെങ്കിൽ തിന്മയ്ക്കെതിരെ നിൽക്കാനായിട്ട് നിങ്ങൾ നിർബന്ധിതരാകും. പല സന്ദർഭങ്ങളിലും സ്വയമായിട്ട് അങ്ങനെ ചെയ്യാൻ കഴിയാത്ത മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ഒൻപതാമത്തെ അടയാളം, നിങ്ങൾ ദൈവബോധമുള്ളവരായിരിക്കും. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ദൈവബോധം ഉണ്ടാകും എന്നതാണ്. നിങ്ങളുടെ ചുറ്റും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ അഭിപ്രായം എന്തായിരിക്കും എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കും. ഇതിനർത്ഥം നിങ്ങൾ മുമ്പ് ചെയ്തതുപോലെ ഇനി സ്വന്തമായി എല്ലാ കാര്യങ്ങളും ചെയ്യില്ല എന്നതാണ്. നിങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ശരിയായത് എന്താണോ അതിനെ ചെയ്യാനായിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കും. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സപ്പിൽ ബൈബിൾ ഇൻസൈറ്റ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ചാനൽ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും അതിലായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ഒരു വീഡിയോസും നിങ്ങൾക്ക് മിസ്സാകത്തില്ല. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.